2025 മോഹൻലാൽ തൂക്കി അഴിഞ്ഞാടി ആറാടി എന്നൊക്കെ പറയുമ്പോൾ പോലും ഡിസംബർ മാസവും ലാലേട്ടനും തമ്മിൽ എന്തോ വലിയ ശത്രുതയിലാണെന്ന് തോന്നിപ്പോകും. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഒടിയനായാലും കുഞ്ഞാലി മരക്കാറായാലും ബറോസ് ആയാലും ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയും അങ്ങനെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്നത് മോഹൻലാൽ തെലുങ്കിൽ പോയി നായകനായി ചെയ്ത നന്ദകിഷോർ എന്ന സംവിധാനം ചെയ്ത വൃഷഭ എന്ന സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. 70 കോടി രൂപ ബഡ്ജറ്റിലിട്ടാണ് ഈ സിനിമ പുറത്തേക്ക് ഇറങ്ങിയത്. എത്രയാ? 70 കോടി രൂപ ബഡ്ജറ്റ്. തെലുങ്കിൽ പോയിട്ട് ലാലേട്ടൻ ഒരു മാസ് അവതാർ ഒക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഫാൻസ് എല്ലാവരും കൂടി ചേർന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പൊങ്കാലയിടുന്ന കാഴ്ചയാണ് നമ്മൾ ഋഷഭയെക്കുറിച്ച് കാണുന്നത്. ആദ്യ ദിവസം തൊട്ട് തന്നെ ഈ ചിത്രത്തിന് വളരെ മോശം അഭിപ്രായങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ലാലേട്ടൻ ആരാധകർ ഈ സിനിമയെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ നോക്കിയെങ്കിൽ പോലും സാധാരണ പ്രേക്ഷകർക്കിടയിൽ ഇത് വളരെ മോശം അഭിപ്രായവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബട്ട് എന്നാൽ പോലും ഇത്രയും ഗംഭീരമായ വർഷം സൃഷ്ടിച്ച ലാലേട്ടന് 2025 അവസാനം കണ്ണു കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വൃഷഭ വന്നത് എന്ന് വിമർശിക്കുന്ന ഒരു വലിയ വിഭാഗം സമൂഹവുമുണ്ട്. കാരണം 2025 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരു സുവർണ്ണ കാലഘട്ടത്തെക്കാൾ ഉപരി ലാലേട്ടൻ ഇത്രയും അധികം കോൺട്രിബ്യൂട്ട് ചെയ്ത, ലാലേട്ടൻ ഇത്രയധികം ഓർത്തിരിക്കാൻ പറ്റുന്ന മറ്റൊരു വർഷം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലാലേട്ടൻ്റെ പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആയിട്ട് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം പോലെ ഒരു പുരസ്കാരം ലാലേട്ടനെ തേടിയെത്തിയതാണ്. ഇനി സിനിമ വൈസ് നോക്കുകയാണെങ്കിൽ എമ്പുരാനും തുടരുമും ഒക്കെ തന്ന ഒരു വർഷവും കൂടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ 2 റീ റിലീസ്, ഒന്ന് രാവണപ്രഭു, ഒന്ന് ചോട്ടാ മുംബൈ, രണ്ടും ആഘോഷമാക്കി. കൂടെ സത്യനന്ദിക്കാടിനോട് കോമ്പിനേഷനായ ഹൃദയപൂർവ്വം അതും 100 കോടി രൂപ കളക്ട് ചെയ്തു. എല്ലാ ബിസിനസ് വൈസും മൊത്തത്തിൽ 100 കോടി രൂപ കളക്ട് ചെയ്യുന്നു. പിന്നീട് ബബ്ബയിൽ ക്യാമിയോ വേഷത്തിൽ വന്ന് സിനിമ ഒരു തകർച്ചയിലാണ് പോകുന്നതെങ്കിൽ പോലും ലാലേട്ടൻ ഒരു ക്യാമിയോ വേഷത്തിൽ ലാലേട്ടനെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന സ്ക്രീനിൽ കാണാൻ പറ്റിയത് ഫാൻസിന് ഒരു ആഘോഷമായി. ഇപ്പോൾ വൃഷഭ വരുമ്പോഴാണ് ഒരു ചെറിയ കണ്ണു തട്ടൽ പോലെ രീതിയിൽ വൃഷഭ അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ആദ്യ ദിനം കളക്ഷൻ പുറത്തു വന്നിട്ടുണ്ട്. അതായത് 70 കോടി രൂപ ബഡ്ജറ്റിലിട്ട സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ 80 ലക്ഷം രൂപയാണ്. ഞാൻ റിപ്പീറ്റ്, 70 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ വൃഷഭ എന്ന സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ എന്ന് പറയുന്നത് 80 ലക്ഷം രൂപയാണ്. നാണക്കേട് എന്നതിനേക്കാൾ ഉപരി ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. അതായത് ഇത്രയധികം ബഡ്ജറ്റിൽ റിലീസാവുന്ന സിനിമ, ഇപ്പം നമ്മൾ ലാലേട്ടൻ്റെ പല സിനിമകൾ, ഇപ്പോൾ നീരാളി ആവട്ടെ അല്ലെങ്കിൽ എലോൺ ആവട്ടെ, ഇതുപോലുള്ള സിനിമകളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ഇതിൻ്റെ ആദ്യത്തെ കളക്ഷനേക്കാൾ കൂടുതലുണ്ടല്ലോ വൃഷഭയ്ക്ക് എന്നൊക്കെയാണ് നിങ്ങൾ ന്യായീകരിക്കാൻ വരുന്നതെങ്കിൽ ബഡ്ജറ്റ് ആലോചിച്ചാൽ മതി. എലോൺ ആവട്ടെ നീരാളി ആവട്ടെ, ഇതൊന്നും 70 കോടി രൂപയ്ക്ക് എടുത്ത സിനിമയല്ല. എലോൺ കോവിഡ് സമയത്ത് എടുത്ത സിനിമയാണ്, അത് OTTക്ക് വേണ്ടി എടുത്ത സിനിമയാണെന്ന് ഷാജി കൈലാസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് അത് തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത്. അതുകൊണ്ട് എലോണിനെ നമുക്കൊരു എക്സെപ്ഷനിൽ വെക്കാം. നീരാളി ഓബ്വിയസ്ലി അതൊരു സർവൈവൽ ത്രില്ലറായിട്ട് തിയേറ്ററിന് വേണ്ടി മാത്രം റിലീസ് ചെയ്ത സിനിമയാണ്. പക്ഷേ അതിന് ഒരു വലിയ രീതിയിലുള്ള ഇനീഷ്യലോ അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള തള്ളിക്കയറ്റമോ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇത്രയും വലിയ ബഡ്ജറ്റിൽ ലാലേട്ടൻ ഒരു മാസ് അവതാർ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സിനിമയ്ക്കാണ് 80 ലക്ഷം രൂപയുടെ ആദ്യ ദിന കളക്ഷൻ കിട്ടുന്നത്. ഒരു കാര്യം ആദ്യമേ പറയാം, പല ലാലേട്ടൻ ആരാധകർക്ക് പോലും ഈ സിനിമയിൽ ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. കാരണം അവരാരും പ്രൊമോട്ട് ചെയ്യുന്നില്ല, അവരാരും പോസ്റ്റ് ഇടുന്നില്ല. കാരണം അവർക്കറിയാം ഇതിനകത്ത് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന്. ആദ്യത്തെ ട്രെയിലർ തൊട്ടേ ടീസർ തൊട്ടേ ഇതിൻ്റെ ഒരു ഫീല് കിട്ടി എന്നുള്ളത് ലാലേട്ടൻ ആരാധകർ പേഴ്സണലിയും അല്ലാതെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ തന്നെ അവർ പറയുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു നാണം കെട്ട ഓപ്പണിംഗ് ലാലേട്ടൻ 2025 തന്നെ കിട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. ഇപ്പോൾ 2025 ഡിസംബർ 25 അതായിരുന്നു ഈ വൃഷഭ റിലീസ് ചെയ്ത ദിവസം. 2024 ഡിസംബർ 25 ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമയുടെ റിലീസ്. അതേ ദിവസം, അതായത് ഡിസംബർ 25 കഴിഞ്ഞ വർഷം ഈ വർഷവും ലാലേട്ടൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദിവസവും കൂടിയായിരിക്കും. എനിക്ക് തോന്നുന്നു പലരും പറയുന്ന പോലെ ലാലേട്ടനെ ഈ സ്ക്രിപ്റ്റിൽ അങ്ങ് ഹുക്ക് ചെയ്തത് ഈ ഫാദർ സൺ ബോണ്ടിങ് ആയിരിക്കും. ലാലേട്ടൻ ഈ ഇമോഷണൽ ബോണ്ടിങ് സ്ക്രിപ്റ്റുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇട്ടിമാണി പോലൊരു സിനിമയൊക്കെ കമ്മിറ്റ് ചെയ്യുമ്പോൾ പോലും അതിനകത്തുള്ളൊരു മദർ സൺ റിലേഷൻഷിപ്പ് ആണ് ആ സിനിമ സംസാരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് പരിപാടികളുണ്ടല്ലോ, ഈ ഫാദർ സൺ, മദർ സൺ, ഈ ഒരു ബന്ധം, വൈകാരികത, ഇതൊക്കെ ലാലേട്ടൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളാണെന്നുള്ള ടോക്കുകളിലേക്ക് ഫാൻസ് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഈ 1 ലൈൻ കേട്ടതിന് ശേഷം നിങ്ങൾ ഈ സ്പെക്ടാക്കിൾ എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം കാണുമ്പോഴാണ് വിഷമം വരുന്നതെന്നാണ് ലാലേട്ടൻ ആരാധകർ വൃഷഭ കണ്ടതിന് ശേഷം പറയണത്. പക്ഷേ ലാലേട്ടൻ ആരാധകർക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സിനിമ മോശമാണെങ്കിൽ പോലും ഇതിനകത്ത് ലാലേട്ടന് കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ കാർഡ് പരിപാടിയുണ്ട്. അത് തിയേറ്ററിൽ വർക്കായി ഭയങ്കര രസമുണ്ട് എന്നുള്ളതാണ്. ഗോഡ് ഓഫ് ആക്ടിങ് എന്നാണ് ലാലേട്ടനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കംപ്ലീറ്റ് ആക്ടറിന് വരുന്ന കംപ്ലീറ്റ് സ്റ്റാർ മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടനെ ഇതിനകത്ത് കാണുന്നത്. പല പല സിനിമകളുടെയും ഗ്ലിംസസ് ആണ് ആ ഒരു ടൈറ്റിൽ കാർഡിൽ അവർ കൊടുത്തേക്കുന്നത്. ലാലേട്ടൻ ആ രീതിയിൽ തന്നെയാണ് അവർ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അല്ലാണ്ട് സിനിമയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല. സിനിമ തകർന്നു. കേരളത്തിൽ അങ്ങനെ വലിയ കളക്ഷനുമില്ല, കാണാനായിട്ട് ആരാധകരുമില്ല.
ആരുമില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് വൃഷഭ പോകുന്നത്. പലർക്കും വൃഷഭ റിലീസായോ എന്ന് പോലും അറിയത്തില്ല. അതൊരു ഹാർഡ് ഫാക്റ്റാണ്. പക്ഷേ റിലീസായി. ഡിസംബർ 25-ാം തീയതിയാണ് ചിത്രം റിലീസിനെത്തിയത്. പക്ഷേ വേണ്ട രീതിയിലുള്ള ഹൈപ്പോ പുള്ളിങ്ങോ അല്ലെങ്കിൽ ഒരു മുന്നേറ്റമോ വൃഷഭയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള വാസ്തവവും കൂടി പറയട്ടെ. അപ്പോൾ അതാണ് നിലവിൽ വൃഷഭ പൊക്കോണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്. സോ എങ്ങനെയായിരിക്കാം വൃഷഭയെ സംബന്ധിച്ചിടത്തോളം അതാണ് ലാലേട്ടൻ്റെ അവസാനത്തെ സിനിമ 2025. ഇനി 26ലേക്ക് വരുമ്പോഴേക്കും നല്ല സ്ട്രോങ് ലൈനപ്സ് ഉണ്ട്. വൃഷഭ പോലുള്ള സിനിമകളൊന്നും തലയിലെടുത്ത് വെക്കല്ലേ എന്നുള്ളതാണ് ആരാധകരുടെ പ്രാർത്ഥന.